കസ്റ്റമർ നമ്മളെടുത്ത് വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് അല്ല നമ്മളെയാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മളെ അദ്ദേഹത്തിന് വിൽക്കാൻ പറ്റണം. അതെ, നമ്മുടെ പ്രൊഡക്റ്റ് എവിടെ നിന്ന് വാങ്ങാൻ കഴിയും, നമ്മൾ അല്ലെങ്കിൽ മറ്റൊരാളടുത്ത് വാങ്ങും. പക്ഷെ നമ്മളെ വാങ്ങിക്കുക എന്ന് പറയുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെയാണ് സത്യത്തിൽ നമ്മൾ അതിന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അതിനു വേണ്ടി എന്തെല്ലാം വേണോ അങ്ങനെയൊക്കെ നമ്മൾ ഒരുങ്ങി നിൽക്കണം. ഇന്നൊക്കെ ചില ഷോപ്പിലൊക്കെ ചെന്നാല് നമ്മൾ അനുഭവിക്കുന്നത് വസ്ത്രം അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഫേസ് കാര്യങ്ങൾ ഒന്നും കൃത്യമായിരിക്കില്ല. എന്താണ് അതിനൊരു രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുമോ രാജ്, ഞാൻ എത്ര ക്വാളിറ്റി ഉണ്ടോ അത്ര ക്വാളിറ്റി ഉള്ള ആളുകളെ എന്നിലേക്ക് വരൂ. അതെ അല്ലെ, ഒരു പൂവിലേക്ക് പൂമ്പാറ്റ വരും. എന്താണ് പൂവിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് പൂമ്പാറ്റ വരുന്നത്. നമ്മളിലേക്ക് നമ്മൾ പറയാണ്, സാധാരണ ചെറിയ ഷോപ്പും ബിസിനസ്സുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ചെറിയ ഷോപ്പിലേക്കായാലും ചെറിയ ബിസിനസ്സിലേക്കായാലും പ്രോബ്ലം കസ്റ്റമേഴ്സ് വരുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്ന കസ്റ്റമേഴ്സ് വരുന്നത്? അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. നല്ല ക്വാളിറ്റിയിൽ നന്നായിട്ട് ഇരിക്കുന്ന ഒരു സെയിൽസ്മാൻ്റെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും വന്ന് ബഹളം ഉണ്ടാക്കും? ഇല്ല, വളരെ. ഇനിയിപ്പോൾ ഒരു പുരുഷനല്ല, ഒരു ലേഡി സ്റ്റാഫാണ് സെയിൽസ്മാനെങ്കിൽ ഒരു പുരുഷനായ ഒരു സെയിൽസ്മാനോട് ഉണ്ടാക്കുന്ന പ്രോബ്ലം ഇവിടെ ഉണ്ടാക്കുന്നില്ല. കാരണം ആരാണ്, നമ്മൾ എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മളടുത്ത് വന്ന് ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് നമ്മളെ ആളുകൾ വസ്ത്രത്തിലായാലും ഇതുപോലുള്ള അവരുടെ ഒരു കൾച്ചറിലായാലും നമ്മൾ മാറ്റം വരുത്തി അവരെ ക്വാളിറ്റി കൂട്ടിയാൽ മാത്രം മതി ബിസിനസ് വളരാൻ. അടുത്തത് നമുക്കിപ്പോൾ ക്വാളിറ്റി കൂട്ടുക എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മളുടെ ബിസിനസ് ഓണേഴ്സിന് ചെറിയ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആ തട്ടിൽ നിൽക്കുന്ന ബിസിനസ് ഓണേഴ്സിൻ്റെ ചോദ്യം, നമുക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി കൂടിയ ഒരാൾ നമ്മൾക്ക് ഒരു വലിയൊരു പൈസ കൊടുത്തിട്ടൊന്നും നമുക്ക് വെക്കാൻ കഴിയുമോ, അത് നമുക്ക് ലോസ് അല്ലേ എന്നുള്ള ഇതൊക്കെ ഒരു കോമൺ ചോദ്യമാണ്. നമുക്ക് എന്താണ് ആനിഫിക്കയുടെ അഭിപ്രായം? അങ്ങനെ ഒരു വലിയൊരു സാലറി കൊടുത്ത് കൊണ്ടുവരേണ്ട ആൾക്കാർ അങ്ങനെ വേണോ നമുക്കൊരു ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്? അല്ല, രണ്ടുപേരുണ്ട്. ഒന്ന്, ഡ്രസ്സ് കാര്യങ്ങളിലൊക്കെ നമുക്ക് ക്വാളിറ്റി കൂട്ടിയാലും ആളെ നമുക്ക് ക്വാളിറ്റി കൂട്ടാൻ പറ്റും. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം ഉള്ളിലും കൂടെ ക്വാളിറ്റി വേണം. കസ്റ്റമറിനോട് ഡീൽ ചെയ്യുന്ന സെയിൽസ്മാൻ ഉള്ളിൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ, ഇപ്പോൾ വലിയ ടോക്കൺസിന് വിൽക്കുന്ന ആളെ അവന് വലിയ ടോക്കൺസിന് വിൽക്കാനൊരു പണി ഉണ്ടാവില്ല. പൈസ തന്നെ കൈകാര്യം ചെയ്യാത്ത, ചെറിയ കാര്യങ്ങൾ പേടിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് വലിയ ടോക്കൺ ഒന്നും വിൽക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ അനുഭവം. വ്യത്യാസം ഉണ്ടായിരിക്കാം, പലർക്കും പല വ്യത്യാസം ഉണ്ടായിരിക്കാം. നമ്മളതിനെ അംഗീകരിച്ചിട്ട് തന്നെ പറയണത്. ഇപ്പം എന്നോട് ലാസ്റ്റ് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനിൽ ഞാൻ പറയാം. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇനി എടുക്കുമ്പോഴൊക്കെ വലിയ ടോക്കൺസിൽ വിൽക്കുന്ന വലിയ കാര്യങ്ങൾ ചെയ്യുന്ന അടിച്ചു പൊളിക്കുന്ന ചെക്കന്മാരെടുക്കണം, അവർ നിങ്ങൾക്ക് ലാഭം കൊണ്ടുവരുന്നതാണ്. ഞാനതിന് പരീക്ഷിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ അങ്ങനത്തോരെ കൊണ്ടുവന്നാലേ അവർ കണ്ണിൽ നോക്കി പ്രൈസ് പറയും. ഇവന് കണ്ണിൽ നോക്കി പ്രൈസ് പറയാൻ പേടിയാ. 1 രൂപ പോലും ലാഭം എടുക്കുന്നുണ്ട്, കോസ്റ്റ് ആക്കാരൻ പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഇപ്പം പ്രൈസ് പറയുമ്പോൾ പേടിക്കുക. ഇവൻ അങ്ങനെയല്ല, അതിന് ഇരട്ടികൾ ലാഭം എടുത്തിട്ട് ധൈര്യത്തോടെ മുഖത്ത് നോക്കി എനിക്കിതിനിത് കിട്ടണം, ഇതാണ് അതിന്റെ വില എന്ന് പറയാൻ ധൈര്യം ആ ടൈപ്പ് ആളുകൾ കാണിക്കും. ഇപ്പൊ ഞാൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡ്രസ്സിൽ മാത്രമൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കമ്പനിയുടെ യൂണിഫോം കാര്യങ്ങളും ക്രാറ്റസ് മാറ്റിയാൽ മതി. പക്ഷെ ആളുകളെ മാറ്റിയെടുക്കുക എന്നുള്ളത് പണിയാണ്. അതിന് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ പേഴ്സണാലിറ്റി ടെസ്റ്റുകളൊക്കെ നടത്തി, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ എടുക്കണം. ക്യാഷ് കൈകാര്യം ചെയ്ത ആളുകളെ കൊണ്ട് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ എംപ്ലോയീസ്, നമ്മളുടെ ഷോപ്പിലോട്ട് എടുക്കുന്ന എംപ്ലോയീസിനെ നമ്മൾ പ്രോപ്പറായിട്ട് സ്ക്രീൻ ചെയ്ത് മൈൻഡ് സെറ്റ്, അത്തരത്തിലൊരു മൈൻഡ് സെറ്റ്, സെയിൽസ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്കൊരു സെയിൽസ് വലിയൊരു ഹിസ്റ്ററി വേണമെന്നില്ല. ഒബ്വിയസ്ലി എക്സ്പീരിയൻസ് കൂടുന്തോറും അവരുടെ സാലറീസ് ഒക്കെ കൂടും. ചിലപ്പോൾ നമ്മളുടെ ഒരു ബഡ്ജറ്റിൽ അഫോർഡബിൾ അല്ലാതെ വരും. പക്ഷേ നമുക്ക് അവരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർ ടീം പ്ലെയർ ആണോ, അവർ എങ്ങനെയാണ്, ഒറ്റയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആണോ അതോ ടീം പ്ലെയർ ആണോ, അതല്ല അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അവരുടെ ഹിസ്റ്ററി ഒന്ന് അനുമാനിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ. ഒന്നാമത്തെ കാര്യം ഇതുപോലെ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത്, അതായത് മെയിൻറ്റ് ചെയ്യില്ല, ഒരു കസ്റ്റമറെ മെയിൻറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതിന് നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് സെയിൽസ്മാൻ കൃത്യമായിരിക്കണം, ഇതുപോലെയൊക്കെയുള്ള കഴിവുള്ള ആളായിരിക്കണം സെയിൽസ്മാൻ എന്നാണ് ഒന്നാമത്തത്. ഒരു കസ്റ്റമറെ ഒഴിവായി നമ്മുടെ ഷോപ്പിൽ നിന്ന് പോകാനുള്ള കാരണം നമ്മൾ പറയണം. രണ്ടാമത്തത് എന്താണ്, നമുക്ക് അടുത്തത് കസ്റ്റമർ വന്നു, ഇദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് സർ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ സർ, കാഷ്വൽ ടോക്സ് ഒക്കെ നടത്തുന്നു. അവർ പ്രൊഡക്റ്റ് ചോദിക്കുന്നു. ഈ പ്രൊഡക്റ്റ് ചോദിക്കുന്ന സമയത്ത് പലതരത്തിൽ ഈ കസ്റ്റമർ വിട്ടുപോകാം. ഒന്ന്, കസ്റ്റമർ ചോദിച്ചതിനെ
വ്യക്തമായ ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ, അതായത് പ്രൊഡക്റ്റ് നോളജ് ഇല്ലെങ്കിൽ. രണ്ടാമത്തത്, കസ്റ്റമർ ചോദിക്കുകയും ആ പ്രൊഡക്റ്റ് നമ്മളെടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ലാഭം കുറവാണെങ്കിൽ ലാഭം കൂടുതലുള്ള പ്രൊഡക്റ്റ് പുഷ് ചെയ്യുന്നൊരു പ്രവണത നമ്മൾ കാണാറുണ്ട്. ഇത് കസ്റ്റമർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്നെ ഇവൻ ചൂഷണം ചെയ്യുകയാണെന്നുള്ളത് തോന്നൽ വരും. മൂന്നാമത്തത്, കസ്റ്റമർ ചോദിക്കുന്നത് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ആൾ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതെ, അത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം എന്റെ പ്രോബ്ലം അഡ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കസ്റ്റമർക്ക് അറിയില്ല. അത് മാത്രല്ല, രോഗം എന്താന്ന് പറയുന്നതിന് മുമ്പ് മരുന്ന് എഴുതി, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ലാഭം കിട്ടുന്ന മരുന്നിലേക്ക് മാറി. അതെ, അതൊക്കെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയും കസ്റ്റമർ ആവശ്യക്കാരനാക്കണ്ടേ? തീർച്ചയായിട്ടും. എന്നെ ഇതിനുണ്ട് ആവശ്യക്കാരനാക്കിയതിനു ശേഷം എനിക്കത് തരാൻ പറ്റൂ. എനിക്ക് ആവശ്യമില്ലടൂ, ആ സാധനമാണ് എന്റെ മേലിൽ പുഷ് ചെയ്യുന്നത്. അതെ, അപ്പം അങ്ങനെ വരുമ്പോഴും നമുക്ക് കസ്റ്റമർ വിട്ടുപോയി ഞാൻ ആലോചിച്ചിട്ട് വരാം, നോക്കിയിട്ട് വരാം ഉള്ളത് പറയാം. മാത്രമല്ല, ചിലപ്പോൾ കസ്റ്റമേഴ്സൊക്കെ നല്ലൊരു ഐഡിയയിൽ വന്നിട്ടുണ്ടാവും. ആ സാധനമൊക്കെ കാണിച്ചു കൊടുത്ത അയാൾ വാങ്ങാൻ വേണ്ടി ക്യാഷ് എടുക്കാൻ നിൽക്കുമ്പോഴേക്കാരം ഇവന് ലാഭം കിട്ടുന്ന 2-3 കാര്യങ്ങളൊക്കെ ആക്കി ശരിക്കും ക്ലോസ് ചെയ്യാൻ നിന്ന കച്ചവടം ക്ലോസ് ചെയ്യാൻ നിൽക്കുന്ന സാധനമാണ് നമുക്ക് ഒരു കസ്റ്റമറോട് നഷ്ടമാവുന്നത്. അതെ, അപ്പോൾ കസ്റ്റമറെ മൈൻഡ് റീഡ് ചെയ്യണം, അവരുടെ ബോഡി ലാംഗ്വേജ് റീഡ് ചെയ്യണം. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എൻ്റെ ഷോപ്പിനകത്ത് കസ്റ്റമർ വന്ന് ചോദിച്ച് എല്ലാം കൃത്യമായി ഇദ്ദേഹം വാങ്ങാൻ റെഡിയായത് നമുക്ക് മനസ്സിലാവും തൊട്ടടുത്ത് നിൽക്കുമ്പോൾ. അതായത് ഏത് കളറാണ് ഉള്ളത്, അല്ല ഇതിൽ ഏതൊക്കെ GB ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി കസ്റ്റമർ പഠിച്ചിട്ടാണ് വരുന്നത്. പഠിച്ചിട്ട് വന്നത് മാത്രമല്ല, അദ്ദേഹം GB എത്ര ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലായി അദ്ദേഹം പർച്ചേസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി GB ആണ് അദ്ദേഹത്തിന് പ്രശ്നം, അല്ലെങ്കിൽ എന്നെ കളറാണ് അദ്ദേഹത്തിന് പ്രശ്നം. അത് റെഡി ആയി തന്നെ അർത്ഥം. അപ്പോഴും ഇവൻ വാതോരാതെ വിശദീകരണം അല്ലെങ്കിൽ ഇതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള അടുത്ത ശ്രമം നടത്തുകൊണ്ടിരിക്കുക. കാരണം ചിലപ്പോൾ പ്രൊമോട്ടേഴ്സൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവനെന്ത് ചെയ്യും, ഇതിൽ നിന്ന് അങ്ങോട്ട് ചാടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അൾട്ടിമേറ്റ്ലി പറയുന്നത്, കസ്റ്റമർ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതാണെങ്കിൽ കൂടിയും കസ്റ്റമർ കൺവിൻസ്ഡ് ആ സമയത്ത് നമുക്ക് നഷ്ടാവുന്നു. അതായത് ക്ലോസ് ചെയ്ത് കമ്പനിക്ക് ലാഭം ഉണ്ടാവാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ ഒരു ശ്രമത്തിലൂടെ ഇല്ലാതാക്കുന്നത്. നല്ലവണ്ണം ബിസിനസ് ഓണേഴ്സ് ഇത് അറിയുമ്പോഴും ഉണ്ടാവില്ല. അവിടെ നിൽക്കുന്ന ആളുകൾ അവരുടേതായ ചില ഐഡിയ ലാഭവും കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഈ കസ്റ്റമേഴ്സിനെ മിസ്ഗൈഡ് ചെയ്യും. അങ്ങനെ റെഡിയായ കസ്റ്റമർ വരെ നമുക്ക് പോകുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ട്.